Welcome to our channel Taste the Best. Hi guys, ഞാൻ ഇന്ന് മൂന്നാറാണുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയപ്പോൾ ഈ പ്രകൃതിയൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് എൻ്റെ അടുത്ത വീഡിയോൻ്റെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ശരി ഹൈറ്റൊക്കെ പേടിയാണ് എനിക്ക്, എന്നാലും ഞാനിവിടെ അങ്ങ് ഇരുന്നേ ഉള്ളൂ. നല്ല മിസ്റ്റൊക്കെ ഉണ്ട്, ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നല്ല മിസ്റ്റൊക്കെ ഉണ്ട്. കാരണം വളരെ ഭംഗിയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഇൻട്രോയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ 65 ആണ്. ആദ്യത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡീപ് ഫ്രൈ ചിക്കൻ റോസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഫ്രൈ ആയിട്ട് മാത്രമായിട്ട് ഇടാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ 65 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടാനുള്ള ഊർജ്ജം തരുന്നത്. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, എനിക്കൊരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഗ്യാപ്പ് വന്നത്. എൻ്റെ വീഡിയോ ഉടൻ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചിക്കൻ 65 എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷിന് വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഒന്ന് ചിക്കൻ വേണം. ഇതൊരു 500 ഗ്രാം ചിക്കൻ ഉണ്ടാവും. അത് ഞാൻ മഞ്ഞൾപ്പൊടി തിരുമ്മി കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് കുരുമുളക് വേണം. അപ്പോൾ അത് പൊടിക്കാത്തതാണ് നല്ലത്. പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഗരം മസാല, പെരുംജീരകപ്പൊടി, മുളക് പൊടി, ഉപ്പ്, തൈര്. ഇതാണ് ശ്രീലങ്കൻ മല്ലി. അതിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു പോർഷനാണിത്. ഇതും നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ അടുത്തത് കറിവേപ്പിലയാണ്. പിന്നെ ഇഞ്ചി, ഈ ഒരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ വെളുത്തുള്ളി, അതും ഒരു വെളുത്തുള്ളി എടുത്താണ്. പിന്നെ ഒരു പച്ചമുളകും കൂടെ വേണം. അപ്പോൾ നമുക്ക് ഇന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ജാറെടുത്തു. ഇനി അതിലേക്ക് ഇഞ്ചി ഞാനിത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു. അതുപോലെ തന്നെ ഈ പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മല്ലിയില ചെറിയ പീസായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ മുറിച്ചിട്ട് തണ്ട് എടുക്കുന്നതിന് പ്രശ്നമില്ല. ഇതാദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പരുവത്തിൽ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ എരിവെള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കെടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. പിന്നെ ഇത് നന്നായിട്ട് അരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഇപ്പം എല്ലാം നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ക്രഷ് ചെയ്ത് നമുക്കെടുക്കാം. നല്ലപോലെ അരയണ്ട, ക്രഷ് ചെയ്താൽ മതി. നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട്. അരച്ച് വെച്ച മസാല എടുക്കാം. ഇത് കണ്ടോ, ഈ കുരുമുളകൊന്നും അങ്ങനെ നല്ലപോലെ അരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ ചിക്കൻ നല്ല മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ സ്മെല്ല് നമുക്ക് നല്ലപോലെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രീസറിന്റെ ഉള്ളിൽ നമുക്ക് വെച്ചിട്ടെടുക്കാം. നമ്മുടെ മാരിനേറ്റ് ചെയ്ത ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ എടുത്തിരിക്കുകയാണ്. നമുക്കിനി അത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. ഇനി ചൂടായി കഴിയുമ്പോൾ നമുക്കതിൽ ചൂടായിട്ടുണ്ട് പാനിപ്പം. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ചിക്കൻ്റെ അടിവശം ഒരു ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് മറിച്ചിടാം. ചിക്കൻ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. സിമ്മിൽ ഓണാക്കിയിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്. ചിക്കൻ മാറ്റിയിടാനായിട്ട് ഞാനൊരു ബൗളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് നമുക്കിത് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ 65 ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മളായിട്ട കുരുമുളക് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതും കൂടെ കൂട്ടി നമ്മൾ കടിക്കുമ്പം വളരെ വളരെ ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തതായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. റെസിപ്പീസ് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബായ്.